പക്വതയിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന സമർപ്പിത സമൂഹമാണല്ലോ SIBS. നമ്മളുടെ പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് വളരെയധികം പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ് വിശുദ്ധ അഗസ്തീനോസിൽ നിന്ന് ഞാനിപ്പോൾ വായിക്കുന്ന ഈ വാക്യം. I am the food of the mature. പക്വത വന്നവർക്കുള്ള ഭക്ഷണമാണ് ഞാൻ. ഗ്രോ then you shall eat me. നിങ്ങൾ വളരണം, അപ്പോൾ എന്നെ ഭക്ഷിക്കാം. You will not change me into yourself like bodily food. നിങ്ങൾ കഴിക്കുന്ന ഭൗതിക ഭക്ഷണം പോലെ എന്നെ നിങ്ങളുടെ ശരീരത്തോട് കൂട്ടിച്ചേർക്കാൻ, അലിയിച്ചു കളയാൻ പറ്റില്ല. ബട്ട് യു വിൽ ബി ചേഞ്ച് ഇൻ ടു മീ. എന്നാൽ നിങ്ങൾ എന്നിലേക്ക് രൂപാന്തരപ്പെടും. ബെനഡിക്റ്റ് പിതാവിൻ്റെ യൂക്കറിസ്റ്റിക് തിയോളജിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലപാടിതായിരുന്നു. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് രൂപാന്തരപ്പെട്ട് ഈശോയെപ്പോലെ ആകുന്നതിനുള്ള ഒരു വലിയ പരിശ്രമമാണ്. ഈ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, പരിശുദ്ധ കുർബാനയോടുള്ള അടുപ്പവും ആരാധനയും ആ വലിയ മിസ്റ്ററിയിലുള്ള ആഴപ്പെടലും ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിൽ ജീവിതത്തിൻ്റെ വലിയ സംതൃപ്തി കണ്ടെത്തിയ 12 സുവർണ ജൂബിലിക്കാരെയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർക്കുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫിലോമിന, സിസ്റ്റർ മേരി വഞ്ചിപ്പുരയ്ക്കൽ, സിസ്റ്റർ NC കാവാട്ട്, സിസ്റ്റർ ആൻസ് കൊച്ചമ്പഴത്തെങ്കൽ, സിസ്റ്റർ ആൻസി വെള്ളാപ്പള്ളിൽ, സിസ്റ്റർ ബ്രിജിറ്റ് മണ്ഡപത്തിൽ, സിസ്റ്റർ ആനീസ് കണ്ടത്തിൽ, സിസ്റ്റർ ലിസി പനങ്കാട്ട്, സിസ്റ്റർ ആനിറ്റ് പെരാലുങ്കൽ, സിസ്റ്റർ മോനിക്ക പുരീത്തടം, സിസ്റ്റർ ആലീസ് പുരയിടത്തിൽ, സിസ്റ്റർ ബ്രജിറ്റ് കട്ടക്കയം. ഫിലോമിന സിസ്റ്ററിൻ്റെ വീട്ടുപേര് വള്ളിപ്പാലം എന്നാണ്. ഇങ്ങനെ 12 സമർപ്പിതരാണ് അവരുടെ ഗോൾഡൻ ജൂബിലിയിൽ. പരിശുദ്ധ കുർബാന അവർ കണ്ടതിൻ്റെയും അനുഭവിച്ചതിൻ്റെയും ആ കുർബാനയിലൂടെ അവർക്ക് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ഉത്തമാംശം കൂട്ടത്തിൽ കൊണ്ടുനടക്കാൻ സാധിച്ചതിൻ്റെയും എല്ലാം ഓർമ്മകളാണിന്ന്. അതോടൊപ്പം ഒരുപക്ഷെ അതേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി നമ്മുടെ 2 നവ സന്യാസിനികൾക്ക് ഈ സമൂഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സന്യാസ വസ്ത്രം നൽകുകയാണ്. അതിലൂടെ അവർ സഭാ വ്രതവും എടുക്കുകയാണ്. സിസ്റ്റർ ജാനറ്റ് മനീത്തുപാറയിൽ, സിസ്റ്റർ ആനിസ് മലയിൽ. അവർ 2 പേരുടെയും മാതാപിതാക്കളും സ്വന്തക്കാരും എല്ലാം ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഓർത്ത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും പരിശുദ്ധ അൽഫോൻസാമ്മയോടും നമ്മുടെ സഭയിലെ മറ്റ് വിശുദ്ധരോടുമെല്ലാം മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതും. ഇന്നത്തെ പരിശുദ്ധ സുവിശേഷത്തിൽ ഈശോയ്ക്ക് പരിചയമുള്ള 2 വീട്ടിൽ നിന്ന് 2 ദൈവവിളികൾ സ്വീകരിച്ച ആളുകളെക്കുറിച്ചുള്ള ഒരു ചിത്രമാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. മത്തായും മറിയവും. അവർ പരമ്പരാഗതമായിട്ട് മർത്തായ് ആക്ടിവിസ്റ്റായിട്ടുള്ള ഒരു ജീവിത ശൈലിയുടെ ഉടമയായിട്ടും മറിയം കോണ്ടംപ്ലേറ്റീവായിട്ടുള്ള ജീവിതത്തിൻ്റെ വക്താവായിട്ടും ചിത്രീകരിക്കുന്ന ഒരു പ്രവണത അതിനകത്തൊരു സത്യമുണ്ട്, നമ്മൾ കാണാറുണ്ട്. അതിൽ ഈശോ കോണ്ടംപ്ലേറ്റീവ് ജീവിതശൈലിയെടുത്ത മറിയത്തിൻ്റെ നിലപാടിന് മുൻഗണന കൊടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ
ചെറിയ ഗോസ്പൽ, മിനി ഗോസ്പൽ എന്ന് തന്നെ ഈ സുവിശേഷത്തെ വിശേഷിപ്പിക്കുവാറുമുണ്ട്. മർത്ത നടത്തുന്ന സർവീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ ആയിരിക്കുകയില്ല മർത്തായെ ഈശോ അല്പം ശകാരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഈശോ തന്നെയും സെർവ് ചെയ്യാനായിട്ടാണല്ലോ ലോകത്തിലേക്ക് വന്നത്. മർത്തായിക്കുള്ള പ്രയാസം ഒരുപക്ഷെ മർത്ത അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മറ്റുള്ളവരാൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പിടിച്ച് വലിച്ച് ഇഴയ്ക്കാറുണ്ട്. ഷീ ഈസ് ബേർഡൻഡ് വിത്ത് മച്ച് സെർവിങ്. ഒരുപാട് ജോലി വന്നു കൂടുമ്പോൾ ആ സ്ത്രീ മാനസികമായിട്ടുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സെൻ്റ് അഗസ്റ്റിൻ തന്നെ അതിനെ സർച്ചീന എന്ന് വിളിക്കാറുണ്ട് ലത്തീൻ ഭാഷയിൽ. സർച്ചീന, ബേർഡൻ. അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കുന്നത് സർച്ചീന എപ്പിസ്കോപ്പാലിസ് എന്നാണ്. ബിഷപ്സിനുള്ള ബേർഡൻ, ഓവർ വർക്ക്. ഇവിടെ മർത്ത ഒരു പരിധിവരെ അതുപോലുള്ള ഓവർ വർക്കിലേക്ക്, സർച്ചീനായിലേക്ക് പോകുന്നത് കൊണ്ട് അവൾ ഓക്കുപ്പൈഡ് ആയിരുന്നു എന്ന് മാത്രമല്ല, വളരെയേറെ പ്രിയോക്യുപ്പൈഡ് ആയിരുന്നു. ഒരു ദിവസം തന്നെ വളരെയധികം ജോലികൾ, അനേകരുടെ ശുശ്രൂഷകൾ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് വളരെ ആൻഷ്യസ് ആയിട്ടുള്ള ഒരു സ്ത്രീയെപ്പോലെ, ആക്റ്റീവ് എന്നതിനേക്കാൾ ആക്ടിവിസത്തിൻ്റെ ഒരു മാതൃകയായിട്ട് മാറുകയും അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു സെൻറ്റർ, ഒരു ഫോക്കസിങ് നഷ്ടപ്പെടുന്നത് പോലെ ഓടി നടന്ന് ജോലി ചെയ്ത് വിഷമിച്ച് ഒരുപാട് ആങ്സൈറ്റീസ് കൊണ്ട് നടക്കുന്ന നല്ല ഒരു ശുശ്രൂഷക. ഇതൊരു പരിധിവരെ ഗോൾഡൻ ജൂബിലിക്കാരുടെ എല്ലാം ഒരു ആസ്പെക്റ്റ് അതാണെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള ജോലികൾ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സ്വയം സമർപ്പിച്ച മണിക്കൂറുകൾ എല്ലാം നോക്കുമ്പോൾ നിങ്ങളൊരു വലിയ മർത്ത വർക്ക് ചെയ്യുന്നുണ്ട്, വലിയൊരു മർത്ത വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോഴെല്ലാം നമുക്ക് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുകയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ചില സിസ്റ്റേഴ്സിനെ അറിയാം. എത്രയോ മണിക്കൂറാണ് അവർ നിങ്ങളുടെ പറമ്പിൽ ജോലിയെടുക്കുന്നത്. പറമ്പിൽ ജോലിക്ക് വരുന്ന ജോലിക്കാർ പോലും അത്രയും തീക്ഷ്ണതയോടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വ്യഗ്രതകൾ നമുക്ക് ജീവിതത്തിൽ വന്നുകൂടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള പ്രയാസം നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോഴെങ്കിലും നമുക്ക് സാധിക്കാതെ പോകും. ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, ഏത് മേഖലകളിൽ കൂടിയാണ് നമ്മളുടെ തന്നെ വ്യക്തിത്വം വെളിപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാം. ഞാൻ കരുതുന്നത് ഈ തിരുവചനത്തെ രണ്ട് വ്യത്യസ്ത വിളികളായിട്ട് നമ്മളങ്ങനെ കരുതേണ്ടതില്ല. യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് കാര്യങ്ങളായിട്ട് നമ്മൾ കരുതുമ്പോഴാണ് അവിടെ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികൾ നേരിടുന്നത്. ഇതിൽ രണ്ടിൽ ഏത് ഒരെണ്ണം മാത്രം കൂടുതൽ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ റിസ്ക് ഉണ്ടാകുന്നത്. ഞാൻ എല്ലാ പണികളും ചെയ്തു കൊള്ളാം, പള്ളി ഞാൻ വരികയില്ല, റംസയ്ക്ക് ഞാൻ വരികയില്ല, പേഴ്സണൽ പ്രയർ ഞാൻ ഇരിക്കുകയില്ല, എനിക്ക് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ബുദ്ധിമുട്ടാണ്, ഞാനത് 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പോകയില്ല, ഞാൻ പോയാൽ ഇവിടുത്തെ പണിയൊന്നും നടക്കുകയില്ല. അങ്ങനെയുള്ള വ്യഗ്രതകൾ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് കോണ്ടംപ്ലേഷൻ.
കോണ്ടംപ്ലേഷനിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ഇനേർഷ്യ, ഒരു ഡിസ്എൻഗേജ്മെൻറ്റ്, വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാതെ നമ്മളുടെ എനർജി നഷ്ടപ്പെടുത്തുന്നത് പോലെ ഒരുപക്ഷെ തോന്നിയേക്കാം. കോണ്ടംപ്ലേഷൻ്റെ കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുകയും അതിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറുകയില്ല, എനിക്ക് കാലിൽ കല്ലുകൊള്ളും, അതുകൊണ്ട് ഞാൻ മെറ്റോടിക്കുകയില്ല. ഇങ്ങനെയുള്ള കോണ്ടംപ്ലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. ഇത് ഏതെങ്കിലും ഒന്നിന് നമ്മൾ ഓവർ എംഫസിസ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാകുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇൻ ഈച്ച് വൺ ഓഫ് us there is a potential Judas. In each one of us there is a potential Judas. ഈശോയെ ഒറ്റിക്കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ യാതൊരു ലാഭവുമില്ലാത്ത കാര്യത്തിലേക്ക്, യുദാസിനെക്കുറിച്ച് പറയുന്നതാണല്ലോ, അത് വിറ്റവനും നഷ്ടമായി വാങ്ങിച്ചവനും നഷ്ടമായി എന്ന് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാം. അതുകൊണ്ട് സമർപ്പിത ജീവിതത്തിൽ പരിശുദ്ധ അമ്മയായിരിക്കാം ഏറ്റവും നല്ല മാതൃക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അമ്മ ഒരുപാട് ശുശ്രൂഷ ചെയ്തു. അമ്മ നല്ല കോണ്ടംപ്ലേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അമ്മയ്ക്ക് തന്നെയും പറ്റാതിരുന്ന അവസരത്തിൽ ഇളയമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ഓടുമ്പോൾ ആ മറിയത്തിൽ ഒരു വലിയ മർത്തായുണ്ട്. സെർവ് ചെയ്യാനുള്ള വലിയൊരു സന്നദ്ധതയാണ്. എന്നാൽ അമ്മ ഈശോയുടെ പരസ്യ ജീവിതകാലത്തെ അത്ഭുതങ്ങളും കുരിശുമരണവും എല്ലാം കണ്ട് വളരെയേറെ സങ്കടപ്പെടുകയോ മറ്റാളുകളോട് ബന്ധമില്ലാതെ ജീവിക്കുകയോ ഒന്നും ചെയ്തില്ല. വേദപുസ്തകം നമ്മൾ ശരിക്ക് പരിശോധിച്ചാൽ കുരിശിൻ്റെ ചുവട്ടിൽ സമതല തെറ്റാതെ നിന്നത് പരിശുദ്ധയമ്മ മാത്രമാണ്. വഴിയെ പോയ സ്ത്രീകൾ വാവിട്ട് കരഞ്ഞു, മറ്റു സ്ത്രീകൾക്കും വലിയ പ്രയാസമുണ്ടായി. മറിയം ഇത് രണ്ടും, കുരിശിൻ്റെ അർത്ഥവും ശുശ്രൂഷയുടെ അർത്ഥവും നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത ഒരാളാണ്. തൻ്റെ വ്യക്തിത്വത്തിൽ അത് പൂർണ്ണമായിട്ട് രൂപീകരിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു. ഷീ സ്റ്റുഡ് അണ്ടർ ദ ക്രോസ്. ഷീ സ്റ്റുഡ് അണ്ടർ ദ ക്രോസ്. അതിനെക്കുറിച്ച് വേദശാസ്ത്രികൾ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം ഷീ അണ്ടർസ്റ്റുഡ് ദ ക്രോസ് എന്നാണ്. ഷീ സ്റ്റുഡ് അണ്ടർ ദ ക്രോസ് എന്ന് പറഞ്ഞാൽ ഷീ അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് ദ ക്രോസ്. എന്തിനാണ് കർത്താവ് ഈ കുരിശുമരണം വരിക്കുന്നത് എന്നത് അമ്മയ്ക്ക് മനസ്സിലായി. അംബ്രോസ് പുണ്യവാളൻ പറയുന്നുണ്ട്, അമ്മ കുരിശിൻ്റെ അടുത്ത് വാവിട്ട് കരഞ്ഞില്ല, അമ്മ തലകറങ്ങി വീണില്ല, അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തി ഒന്നുമുണ്ടായില്ല. ഷീ സ്റ്റുഡ് അണ്ടർ ദ ക്രോസ്. ഷീ അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് ദ ക്രോസ്. സമർപ്പിത ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, വ്രതങ്ങളെടുക്കുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മ നൽകുന്ന ആ മാതൃകയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അമ്മയുടെ മാതൃക നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് സർവീസ് സെക്ടറിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയോ അതിനെ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആക്റ്റീവ് ലൈഫ്, കോണ്ടംപ്ലേറ്റീവ് ലൈഫ്, ഇത് രണ്ടും ഒരു വ്യക്തിയിൽ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് എന്നിൽ തന്നെ എനിക്ക് എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനും എന്നാൽ കർത്താവിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ആയിരിക്കുവാനും സാധിക്കണം. മർത്ത ഈശോയോടൊരു പരാതി പറയുകയും ഈശോയെ പഠിപ്പിക്കുകയുമാണ്. അതാണല്ലോ
ആക്ടിവിസ്റ്റിൻ്റെ ഒരു കുഴപ്പം. എപ്പോഴും കന്നുകാലിയെ നോക്കുകയും റബ്ബർ വെട്ടുന്നിടത്ത് നിൽക്കുകയും ചെയ്യുന്ന സിസ്റ്റേഴ്സ് ചിലപ്പം മദറിനോട് പരാതി പറയും. അവരെല്ലാം ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്ന് വെറുതെ ഇരുന്ന് വർത്തമാനം പറയുകയല്ലേ, അവർക്ക് ഇവിടെ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ എന്നാ കുഴപ്പം? ഇതാണ് പ്രശ്നം. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു വ്യക്തിയെപ്പോലെ മർത്ത മാറുകയാണ്. മർത്തായുടെ സെൻറ്റർ തെറ്റിപ്പോവുകയാണ് ഈശോയിൽ നിന്ന്. ഈശോയോടുള്ള വലിയ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും ആ ജീവിതത്തിൻ്റെ ശരിക്കുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും അത് പരാതികളിൽ വന്ന് അവസാനിക്കുകയാണ്. പരാതികളിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാനൊന്നുമില്ല. അൺസെൻറ്റേഡ് ആയിട്ടുള്ള ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റുമായിട്ട് എപ്പോഴും നമ്മൾ നടക്കുന്നത് പോലെ വരും. അത് നമുക്ക് ആക്റ്റീവായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സമർപ്പിതർക്കും വൈദികർക്കും എല്ലാം പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്ര നാൾ ജീവിച്ചാലും പണി തീരുന്നില്ല. 33 വർഷം കൊണ്ട് എല്ലാ പണിയും തീർത്ത ആളാണ് നമ്മുടെ മാസ്റ്റർ ഷെപ്പേഡ്. അത് തന്നെ കൂടുതലായിരുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 33 വർഷങ്ങൾ മതിയായിരുന്നു. നമുക്ക് 75 പോരാ, 80 പോരാ, 90 പോരാ, ഇങ്ങനെയുള്ള വ്യഗ്രതകളാണ്. ഇനിയും തീരാനുണ്ടെന്നേ, കാര്യങ്ങൾ ഇനിയും ഞാൻ വഴി തീരാനുണ്ടെന്നുള്ള വലിയൊരു ചിന്ത ഇങ്ങനെ കയറി പിടിക്കുകയാണ്. സമർപ്പിത ജീവിതത്തിൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധം മാറിപ്പോകുന്നതിൻ്റെ അടയാളമാണത്. വളരെ ആക്ടിവിസ്റ്റായിട്ടുള്ള രീതിയിൽ പെരുമാറുമ്പോൾ ഫ്രാൻസിസ് പിതാവ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ തലയ്ക്കകത്ത് കക്കോഫോണിയാണ്. കക്കോഫോണി, കോളിളക്കം, ഏറ്റുമുട്ടൽ, സംഘർഷം, വിമർശന വാക്കുകൾ, അങ്ങനത്തെ വോയിസസാണ് അവരുടെ തലയ്ക്കകത്തെല്ലാം. അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വ്രതങ്ങൾ വഴി ഈശോയോട്, സഭയോട് കെട്ടപ്പെട്ടവർ, ആ വ്രതം നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രാമറാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നവർ, കർത്താവിൽ നിന്നുള്ള ബന്ധം മാറിപ്പോകാതെ പരിശുദ്ധ അമ്മയെപ്പോലെ സ്ലിവായുടെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. സെൻ്റ് അഗസ്റ്റിൻ തന്നെ പറയുന്ന മറ്റൊരു ചെറിയ വാക്യം ഇതാണ്, സമർപ്പിതരെക്കുറിച്ചാണ്. നോൺ മുൾത്ത സേദ് മുൾത്തും, നമ്മൾ ചെയ്യുന്ന ജോലികളുടെ നോട്ട് ദ ഹൗ മച്ച്, നോൺ മുൾത്ത അതിൻ്റെ വലിപ്പം എന്നതല്ല, സേദ് മുൾത്തും അത് നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡോടെ നമ്മൾ ചെയ്തു എന്നതാണ്. ഞാൻ ജോലി ചെയ്യുമ്പോഴും എനിക്കെൻ്റെ പ്രാർത്ഥനകളുണ്ട്, എൻ്റെ യാമപ്രാർത്ഥനകളുണ്ട്, അതിലേക്ക് ഞാൻ പ്രവേശിക്കണമെന്നുള്ള അക്കാര്യം, അതുപോലുള്ള കാര്യമാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. നോൺ മുൾത്ത, ഞാനന്ന് 20 മണിക്കൂർ അടുക്കളയിൽ പണിയെടുത്തു, ആ ക്വാണ്ടിറ്റിക്കല്ല, ഞാൻ 1 മണിക്കൂറേ പണിയെടുത്തുള്ളെങ്കിലും ഏത് സമീപനത്തോടെ, നമ്മളുടെ മനസ്സിൻ്റെ ഏത് നിലപാടുകളോടുകൂടി നമ്മൾ ആ ജോലി ചെയ്തു എന്നതിലാണ് അതിൻ്റെ കാര്യം. അവിടെയാണ് ഈശോ മർത്തായ്ക്കൊരു കറക്ഷൻ കൊടുക്കുന്നത്. ദൈവവചന ശ്രവണം കക്കോഫണി അല്ലാതെ വോയിസ് ഓഫ് ദ മാസ്റ്റർ ഷെപ്പേഡ് നമുക്ക് കേൾക്കാനും തിരിച്ചറിയാനും സാധിക്കുമ്പോൾ അത് ജീവിതത്തിന് വലിയ സന്തോഷം നൽകും. സഭയുടെ പിതാക്കന്മാർ അനേകർ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവവചനം വായിക്കുന്നതിൽ സമർപ്പിതർക്ക് സന്തോഷമുണ്ടെങ്കിൽ ദേ ആർ മില്യണേഴ്സ്. ഈ ലോകത്തിലെ മില്യണേഴ്സ് എന്ന് പറയുന്നത് തിരുവചനം വായിക്കുകയും
ആ സ്വരം കേൾക്കുകയും ചെയ്യുന്ന സമർപ്പിതരാണ്. അതുകൊണ്ട് മത്തായും മറിയവും അവിടെ ഈശോ ഊനും നെസസാറിയും ദ വൺ തിങ് നെസസറി എന്നത് ദൈവവചനത്തിൻ്റെ ശ്രവണമാണ്. ഈശോയെ കേൾക്കാനുള്ള ആ താല്പര്യമാണ്. ദൈവവചനം എന്നും വായിക്കാനുള്ള ആ മനസ്സിൻ്റെ തീവ്രമായ ആഗ്രഹമാണ്. വചന വ്യാഖ്യാനങ്ങൾ ശ്രവിക്കാനുള്ള നമ്മുടെ ഉള്ളിൻ്റെ ആവേശമാണ്. ഊനം നെസസാറിയും അതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റ് ശുശ്രൂഷകളിലേക്ക്, ജോലികളിലേക്ക് കടക്കുന്നില്ല, അതെനിക്ക് ആവശ്യമില്ല എന്നുള്ളത് അല്ലല്ലോ. നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ വീട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന 2 ദൈവവിളി, അത് 2 വഴിക്ക് പോകേണ്ട കാര്യമല്ല. അത് രണ്ടും ഒറ്റ വ്യക്തിയിൽ സമ്മേളിക്കേണ്ടതാണ്. ഒരു വ്യക്തിയിൽ തന്നെ ഈ ശുശ്രൂഷയും ഈ കോണ്ടംപ്ലേഷനും ഒന്നിക്കണം. അപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരു സമർപ്പിത ആകാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഗോൾഡൻ ജൂബിലിയിലെത്തുമ്പോൾ നിങ്ങൾ നടന്ന വഴികളിൽ നിങ്ങൾ 2ആയിട്ടാണോ നടന്നത്, അതോ ഇത് രണ്ടും നിങ്ങളാകുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ സമ്മേളിച്ചിട്ടുണ്ടോ, ഒന്നിച്ചാണോ പോയത് എന്ന് കണ്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഈ ജൂബിലിക്ക് കൂടുതൽ അർത്ഥമുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ വലിയ കോൺഗ്രിഗേഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രം സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴും, ഞാൻ അടുത്ത ദിവസം ഇവിടുത്തെ പറയുകയുണ്ടായി, നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പ്രാവിനെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. പ്രാവിനെ കൈനീട്ടി അതിൻ്റെ ചുണ്ടിലിരിക്കുന്ന സമാധാനത്തിൻ്റെ ആ കമ്പോടുകൂടി നോഹ കൈനീട്ടി അതിനെ സ്വീകരിക്കുകയാണ്. നിങ്ങൾ സമർപ്പിതരിന്ന് കൈനീട്ടി ഈ സഭയുടെ വസ്ത്രം സ്വീകരിക്കുകയാണ്. മോശ മലമുകളിൽ കൈനീട്ടി ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചു. പന്തക്കൊസ്തായിൽ എല്ലാവരും കൈനീട്ടി ഉയർത്തി ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചു. ഇന്ന് ഇവർ 2 നവസന്യാസിനികൾ കൈനീട്ടി ഈ വലിയ സമർപ്പിത സമൂഹത്തിൻ്റെ വസ്ത്രം സ്വീകരിക്കുകയാണ്. അത് സമാധാനത്തിൻ്റെ വസ്ത്രമാണ്, വ്രതങ്ങളുടെ വസ്ത്രമാണ്, ഈ സഭയോടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്, സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന അടയാളമാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ആഗ്രഹിച്ച് അവർക്കിവിടെ എത്തിപ്പെടാൻ പറ്റാതെ പോയി കാണും. നോഹ കാക്കയെ വിട്ടായിരുന്നല്ലോ. കാക്ക പറന്നുപോയി അതിന് വേണ്ട മോശമായ തീറ്റകളെല്ലാം കിട്ടിയപ്പോൾ അത് തിരിച്ചു വന്നില്ല, അതെൻ്റെ വഴിക്ക് പോയി. അതിനു വേണ്ട ശവങ്ങളെല്ലാം വെള്ളപ്പൊക്കത്തിൽ ആഞ്ഞടിച്ച് അവിടെ ഉണ്ടായിരുന്നു. അവരവരുടെ വഴിക്ക് പോയി. പക്ഷെ പ്രാവ് തിരിച്ചു വന്നു, വിട്ടവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ ഇന്ന് ഈ സഭയുടെ സമൂഹത്തിൻ്റെ വസ്ത്രം സ്വീകരിക്കാനായിട്ട് ഈ ദേവാലയത്തിലായിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങളെ ഒരുക്കിയവരും നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമെല്ലാം നിങ്ങളെടുക്കുന്ന ഈ വ്രതത്രയം 3 വ്രതങ്ങൾ, അതാണ് സുവിശേഷത്തിൻ്റെ സാര സംഗ്രഹം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈശോ പറഞ്ഞ ഊനും നെസസാരിയും അതാണ്. ഈ 3 വ്രതങ്ങളാണ്. അത് നിങ്ങൾ ക്രമമായിട്ട് നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ കർത്താവിൻ്റെ വെർജിൻസായിട്ട് എക്കാലവും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാന നിങ്ങൾക്കെന്നും ശക്തി നൽകട്ടെ. ഞാൻ ആദ്യം സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് കേൾപ്പിച്ചല്ലോ. കുർബാനയിലേക്ക് നിരന്തരം നിങ്ങൾ തിരിഞ്ഞ് ഈശോയുടെ മഹത്വമുള്ള ശരീരത്തിൻ്റെ ആ ഒരു മഹത്വം, ദൈവികത, അതിൻ്റെ മിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വോയിസസ് ഓഫ് ജീസസ്,
ഉദ്ധിതനായ ഈശോയുടെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ.